റസൂലിനെ അറിയാനേ കഴിയൂല. ആയുസ് മുഴുവനും ഒരാൾ അധ്വാനിച്ചാലും പുണ്യ റസൂലിനെ അറിയാൻ കഴിയുകയില്ല. അറിയാൻ തന്നെ കഴിയില്ല, ഒരിക്കലും അറിയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഒരാൾ എനിക്ക് നബിയെ അറിയാമെന്ന് പറഞ്ഞാൽ ഫഇന്നഹു കദ്ദാബുൻ, അവൻ ഏറ്റവും ഉറപ്പ് കള്ളനാണവൻ. ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുന്നില്ലേ? ആരാ ചോദിക്കുന്നത്? ഉവൈസ് റളിയല്ലാഹു അൻഹു. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബിനാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? ഉവൈസുൽ ഖറനി റളിയല്ലാഹു. റഅയ്തു റസൂലുള്ളാഹി ഫഖാല ലാ. നിങ്ങൾ നബിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അതേ കണ്ടിട്ടുണ്ട്. മുത്തനബിയുടെ വഫാത്തിന് ശേഷം. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മുത്തനബിയുടെ വഫാത്തിന്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉവൈസ് ചോദിക്കാണ്, റഅയ്തു റസൂലല്ലാഹ്. ഈ ചോദ്യം തന്നെ ആസ്ഥാനത്തല്ലേ, ചോദിക്കാൻ പാടുണ്ടോ? കാരണം മുത്തനബിയുടെ കൂടെ അല്ലേ ബദറിലും ഉഹദിലും ജീവിതം മുഴുവൻ 23 കൊല്ലത്തിൽ ഏകദേശം അവർ ആരുടെ കൂടെ ഉണ്ട്? മുഹമ്മദ് മുസ്തഫ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാകുന്ന അസറിന്റെ ശേഷം അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം, കേൾക്കാനുള്ള ഒരു അവസരം, കൂടാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് തന്നു. ലക്കൽ ഹംദു യാ അല്ലാഹ് ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു അവന്റെ ശാകിരീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഖൈറായ കാര്യത്തിനെ കുറിച്ച് ഖൈറായ നിലക്ക് അവന്റെ കാഴ്ചപ്പാട് ആക്കി കൊടുക്കുക എന്നതാണ്. ചില ആളുകൾ ഖൈറിൽ എത്തിച്ചേരും, പക്ഷെ അത് ഖൈറാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവൻ ദൗർഭാഗ്യവാനായിരിക്കും, അവനത് മനസ്സിലാക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് മാതാവും പിതാവും സ്വർഗം നൽകും, ചില ആളുകൾക്ക് മാതാവും പിതാവും സ്വർഗം നൽകുകയുമില്ല. ചില ആളുകൾ ഗർഭത്തിൽ പിതാവും മരിച്ചു, പ്രസവത്തിൽ മാതാവും മരിച്ച ആളുകൾ പിതാവിനെയും മാതാവിനെയും കുറിച്ച് വഴന്നു പറയുമ്പോൾ കേരിച്ച് പൊട്ടിക്കരയും. അല്ലാഹുവേ, എനിക്കൊരു പിതാവിനെയും മാതാവിനെയും തന്നില്ലല്ലോ. അയാൾ ആ ആഗ്രഹം കൊണ്ട് അയാൾ വലിയ മഖാമിൽ എത്തിച്ചേരും. സത്യത്തിൽ അയാൾക്ക് പിതാവും മാതാവും കിട്ടിയിട്ടില്ല, അയാളുടെ കൺമുന്നിൽ അയാളുടെ ബോധത്തോടു കൂടി കിട്ടിയിട്ടില്ല. എന്നാലോ ചില ആളുകൾക്ക് വീട്ടിൽ പിതാവ് ഉണ്ടാവും, മാതാവ് ഉണ്ടാവും, എന്നിട്ട് മാതാവിനെ കൊണ്ടും പിതാവിനെ കൊണ്ടും അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ വളരെ വിദൂരത്തായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് കയറിയിരുന്നാൽ, കുറച്ചൊന്നും അങ്ങനെ കയറിയിരുന്നാൽ മതി, എത്ര ദൂരെ പോയിരിക്കരുത്, ഒരിക്കലും ദൂരെ ഇരിക്കരുത്. അത് വളരെ അലംഭാവമാണ്. ഒരിക്കലും ഒരു സദസ്സിൽ ദൂരെ ഇരിക്കാൻ പാടില്ല, അവർക്ക് അള്ളാഹിന്റെ റഹ്മത്ത് ഉണ്ടാവില്ല. മുസ്തഫ നബിയെ പറ്റി പറയുന്ന മജ്‌ലിസാണ് ഇത്, കേൾക്കേണ്ടതല്ല, ഇത് അനുഭവിക്കേണ്ട സംഗതിയാണ്. വളരെ നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും ഒരു രാജാവിനോട് കൂടെ ഒരു സംഘം ആളുകൾ മദീനയിലൂടെ കടന്നുപോയി. അപ്പോൾ അവർക്ക് മദീനയിലെ മണ്ണ് വാസനിച്ചു. ആ സ്വാലിഹ്യങ്ങൾ, പണ്ഡിതന്മാരായ ആ സ്വാലിഹ്യങ്ങൾ, പൂർവ്വവേദങ്ങളെ കുറിച്ച് പഠിച്ച ആ സ്വാലിഹ്യങ്ങൾ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ഇനി എങ്ങോട്ടുമില്ല, തലവെട്ടിക്കോളൂ, ഞങ്ങൾ വീടൊന്നും പോവില്ല. അതിൻ്റെ ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് നുബുവത്ത് വാസനിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ കൂടുക, ഞങ്ങൾ ഇവിടുന്ന് വരില്ല. ഇവിടെ നബി വരാനായിട്ടുണ്ട്. അന്ന് നബി വന്നിട്ടില്ല, മുഹമ്മദ് മുസ്തഫ. അന്ന് നബി വന്നിട്ടില്ല, പക്ഷേ ആ മണ്ണിൽ നിന്ന് അവർക്ക് പുണ്യ റസൂലിനെ വാസനിച്ചു. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. രാജാവിനോടുകൂടെയുള്ള സുഖവാസവും വർദ്ധിച്ച് അവർ ആ മരുഭൂമിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. അവരുടെ ചരിത്രം താരീഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവിനോട് അവർ പറഞ്ഞു, ഒരുപക്ഷെ ഞങ്ങൾക്ക് ആ പ്രവാചകനെ, ആ നബിയെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങളെ പിൻതലമുറക്കെങ്കിലും ആ നബിയെ കിട്ടട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഞങ്ങൾ ഇവിടെ വസിക്കണമല്ലോ. അതുകൊണ്ട് എന്തായാലും രാജാവേ, ഞങ്ങൾ എന്ത് സുഖവും ത്യജിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഈ മണ്ണിൽ നിന്ന്, ഇതൊരു നബിയുടെ മഹ്ജറാണ്, മുഹമ്മദ് മുസ്തഫ ഇവിടെ വരാൻ പോകുന്നുണ്ട്, അതിന്റെ മഹ്ജറാണ്, നബിയുടെ ഹിജ്റ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് രാജാവിന്റെ മുന്നിൽ ക്ഷണിച്ച് ഒരു മഹാസംഘം ആളുകൾ മദീനയിൽ മുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ താമസിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുണ്യ റസൂലിന്റെ ചുമരും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിന്റെ ചുമരും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ ഹബീബിനെ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ദൗർഭാഗ്യം. വളരെ ചിന്തിക്കണം, കാര്യങ്ങൾ ചിന്തിക്കണം. അയാൾക്കൊന്ന് കണ്ണ് തുറന്നാൽ മതിയായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. നിങ്ങളെല്ലാവരും ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ഏറ്റവും വലിയ ഭാഗ്യം കിട്ടലല്ല, കിട്ടിയെന്നറിയലാണ്. ഒരാൾ മക്കയിലെത്തി, പക്ഷെ അയാൾക്ക് മക്കയെ കുറിച്ച് അറിഞ്ഞില്ല. ഒരാൾ മക്കയിലെത്തിയില്ല, പക്ഷെ അയാൾ മക്കയിലെത്താൻ കുതിച്ചു. ആരാ ഭാഗ്യവാൻ? മനസ്സിലായോ പറഞ്ഞത്? ഒരാൾ മക്കയിലെത്തി, പക്ഷെ അയാൾക്ക് മക്കയെ മനസ്സിലായില്ല. മക്കയെ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ മക്കയുടെ ഷറഫ് മനസ്സിലാവില്ല. ഒരാളോ മക്കയിലെത്തിയതേയില്ല, മക്കയിലെത്താതെ മരിച്ചു, പക്ഷെ അയാളെ മനസ്സ് നിറയും മക്കയായിരുന്നു. അപ്പോൾ മക്കി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളാണ്. മക്കി അവിടെ മക്കിയല്ല, മക്കിയല്ലാത്ത ആൾ മക്കിയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മനസ്സ് തുറക്ക്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നമ്മൾ മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗം ആളുകളാണ്. കുറെ വിഭാഗം രണ്ട് വിഭാഗമാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് മുത്തുനബിയുടെ അവമത്തറിഞ്ഞവർ. മുസ്ലിം ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും മുത്തുനബിയിൽ എത്തിയല്ലോ, മക്കയിൽ എത്തിയല്ലോ. മനസ്സിലായില്ല നിങ്ങൾക്ക്? മക്കയിൽ എത്തി. മുസ്ലിം ആകുമ്പോൾ നമ്മൾ മുസ്ലിം ആയല്ലോ, മുത്തുനബിയിൽ എത്തിയല്ലോ. മുത്തുനബിയിൽ എത്തിയവരല്ലേ ആരാകൂ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിൽ രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് മുത്തുനബിയെ അറിയണമെന്നറിഞ്ഞവർ. അറിഞ്ഞവരല്ല. അറിയാനേ കഴിയില്ല. പുണ്യറസൂലിനെ അറിയാനേ കഴിയൂല. ആയുസ് മുഴുവനും ഒരാളെ ത്വാനിച്ചാലും പുണ്യറസൂലിനെ അറിയാൻ കഴിയുകയില്ല. അറിയാൻ തന്നെ കഴിയില്ല, ഒരിക്കലും അറിയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഒരാൾ എനിക്ക് നബിയെ അറിയാമെന്ന് പറഞ്ഞാൽ ഫഇന്നഹു കദ്ദാബുൻ, അവൻ ഏറ്റവും ഉറപ്പ് കള്ളനാണവൻ. ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുന്നില്ലേ? ആരാ ചോദിക്കുന്നത്? ഉവൈസ് റളിയല്ലാഹു അൻഹു. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബിനാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? ഉവൈസുൽ ഖറനി റളിയല്ലാഹു. റഅയ്തു റസൂലുള്ളാഹി ഫഖാല ലാ. നിങ്ങൾ നബിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അതേ കണ്ടിട്ടുണ്ട്. മുത്തുനബിയുടെ വഫാത്തിന് ശേഷം. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മുത്തുനബിയുടെ വഫാത്തിന്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉവൈസ് ചോദിക്കാണ്, റഅയ്തു റസൂലല്ലാഹ്. ഈ ചോദ്യം തന്നെ അസ്ഥാനത്തല്ലേ? ചോദിക്കാൻ പാടുണ്ടോ? കാരണം മുത്തുനബിയുടെ കൂടെ അല്ലേ ബദറിലും ഉഹദിലും ജീവിതം മുഴുവനും 23 കൊല്ലത്തിൽ ഏകദേശം അവർ ആരുടെ കൂടെ ഉണ്ട്? മുഹമ്മദ് മുസ്തഫ. എന്തിന്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെയല്ലേ മുസ്തഫ നബിയോട് കൂടെ? മക്കയിലെ എല്ലാം തികഞ്ഞ ആളല്ലേ അൽ-അമീനായ മുഹമ്മദ് മുസ്തഫ? മക്കയിലെ പ്രധാനപ്പെട്ട പൗരപ്രമുഖരിൽ ഒരാളല്ലേ സയ്യിദുനാ ഉമർ ഖത്താബ്? അപ്പോൾ നബുവത്തിന് മുമ്പ് തന്നെ ഹബീബായ നബിയെ കണ്ടവരല്ലേ ആര്? സയ്യിദുനാ ഉമർ ഖത്താബ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വറക്കപ്പറ റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിക്കുകയാണ്, ഉവൈസ് ചോദിക്കുകയാണ്, റഅയ്തു റസൂലല്ലാഹ്. ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അത് ഉവൈസിനെ പറ്റിയുള്ള അധ്യായത്തിൽ ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളെ പോലത്തെ മഹാന്മാർ അവർ രേഖപ്പെടുത്തിയ സംഗതിയാണ്, നിഷേധിക്കാൻ കഴിയില്ല. എന്താ ചോദിക്കുന്നത്? റഅയ്തു റസൂലല്ലാഹ്, നിങ്ങൾ മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? എന്താ ചോദിക്കണത്? ആരോട്? സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു. പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞു സയ്യിദുനാ ഫാറൂഖ്. അത് നബിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫഖാല ലാ
ഉവൈസ് പറഞ്ഞു, നിങ്ങൾ മുത്തുനബിയെ കണ്ടിട്ടേ ഇല്ല, വലാകിൻ സഹബതുഹു, നിങ്ങൾ മുത്തുനബിയോട് സഹവസിച്ചിട്ടേ ഉള്ളൂ. അതിനർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട് എന്നുമല്ല. ഇനി ഉവൈസ് റളിയല്ലാഹു അൻഹു, അതിനർത്ഥം ഉവൈസ് പറഞ്ഞതിനർത്ഥം നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ല. ഞാൻ കണ്ട ആളുമല്ല, നിങ്ങൾ കണ്ടിട്ടുമില്ല, പക്ഷെ നിങ്ങൾക്കൊരു ശറഫുണ്ട്. വലാകിൻ സഹബതും റസൂലുള്ളാഹ് അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നിങ്ങളെ മുഖത്തേക്ക് നോക്കുക, നിങ്ങളെ മുഖത്തേക്ക് നോക്കുക, നിങ്ങളെ മുഖത്തേക്ക് നോക്കുക എന്ന് ഒന്നാം ദിവസം എന്താ അതന്നെ അവസാന ദിവസം. അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നിങ്ങളെ കണ്ടെത്തീരൂല്ല, നിങ്ങളെ കണ്ടെത്തീരൂല്ല, ആർക്ക് തീരൂല, സിദ്ദീഖുൽ അക്ബറിന് തീരൂല. പിന്നെ നമുക്ക് തുടങ്ങുമോ? ചിന്തിക്കണം. നിസ്കാരം പഠിച്ചാൽ തീരും, നോമ്പ് പഠിച്ചാൽ തീരും, റസൂലുള്ളാഹിനെ പഠിച്ചാൽ തീരൂല, ഒരിക്കലും തീരൂല, തുടങ്ങാൻ കഴിയില്ല. തീരൽ പിന്നല്ലേ, തുടങ്ങൂല. ഇത് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മക്കത്തെത്തിയിട്ട് മക്കയെ അറിയാതിരിക്കുക. മക്കത്തെത്തിയ കുറച്ച് ആളുകൾ നല്ല സാൻഡ്വിച്ചിന്റെ പീടിക കണ്ടപ്പോ അവിടെ എങ്ങനെ കൂടി പേരിന് ഉംറ ചെയ്തു. പിന്നെ അവര് അൽബൈക്കിന്റെ എന്താ പറയാ, ഒന്ന് പറയേ, അതിന് ബുഖാരി ഒന്നും ഓതണ്ടല്ലോ, പറയേ. അൽബൈക്കിന്റെ പ്രോസ്റ്റം ഷവർമയൊക്കെ അങ്ങനെ തിന്ന് ഉംറ ചെയ്തല്ലോ എന്ന് ചോദിച്ചാൽ അതിലങ്ങനെ കൂടി ഒരു 10-15 ദിവസം പിന്നോട് പോകുകയും ചെയ്തു. എന്റെ വല്യമ്മ പറയും, കൂറ കപ്പലിൽ പോയതുപോലെ. കപ്പൽ കൊച്ചിയിൽ പുറപ്പെട്ടപ്പോൾ അരിച്ചാക്കിന്റെ ഇടയിൽ കൂറൻ കയറി, പിന്നെ കപ്പൽ ലണ്ടനിൽ പോയി, ബഹുമാനപ്പെട്ട കൂറയും പോയി. കപ്പൽ അങ്ങനെ രാജ്യമായ ജനീവയും സ്വിറ്റ്സർലാൻഡും ഒക്കെ കപ്പൽ അങ്ങനെ ചുറ്റി, ബഹുമാനപ്പെട്ട കൂറയും ചുറ്റി 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ കാൽച്ചാക്കിന്റെ ഇടയിൽ കൂറ വന്ന് കൊച്ചിയിൽ ഇറങ്ങും. ഇതാണ് കൂറ കപ്പൽ പോയത് എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറച്ചാൾ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണം. 2 കൂട്ടരായ ആളുകളുണ്ട്. ഒരു കൂട്ടർക്ക് മക്കയിൽ പോയാൽ നിറഞ്ഞു എന്ന് തോന്നും, ഒരു കൂട്ടർക്ക് മക്കയിൽ പോയാൽ 1-ാം ദിവസം തന്നെ നിറഞ്ഞു തോന്നും, ഒരു കൂട്ടക്കാർക്ക് നിറഞ്ഞിട്ടുമില്ല, തുടങ്ങിയിട്ടുമില്ല എന്ന് തോന്നും. പോരാൻ കഴിയില്ല ഇരിക്കും ഈ വല്ലിപ്പ. അത് 2-ാം വല്ലിപ്പ, ചിലപ്പോൾ 4-ാം വല്ലിപ്പ, ചിലപ്പോൾ 10-ാം വല്ലിപ്പ ആയിരിക്കും. 6-ാമത്തെ വല്ലിപ്പ ദ്വാരുന്നത് കൊണ്ടാണ് ആ തലമുറയിൽ നിധി സൂക്ഷിക്കപ്പെട്ടത് എന്ന് തഫ്സീറിൽ കാണാം. വഅമ്മൽ ജിദാറു ഫകാന ലഗുലാമൈനി യതീമൈനി വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹ് എന്ന ആയത്തിന്റെ ഒരു തഫ്സീർ 6-ാമത്തെ വാപ്പയാണ് ദ്വാരുന്നതെന്നാണ് എന്ന് തഫ്സീർ റൂഹുൽ ബയാനിലുണ്ട്. എന്റെ വകയല്ല. 6-ാമത്തെ വല്ലിപ്പ ദുആ ചെയ്തു എന്നതുപോലെ നമുക്ക് ഈ ഇരിക്കാനുള്ള കാരണം എന്താ? വല്ലിപ്പ ഒരു ഹറാമ് പോലും ഭക്ഷണം കഴിക്കാത്ത വല്ലിപ്പമാര് ആരെങ്കിലും ദ്വാരക്കും, പഠിച്ചോനെ നിന്റെ കുട്ടികൾ റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളാകണേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ ദ്വായല്ല ഒരിക്കലും. അല്ലാഹു ആ വല്ലിപ്പാർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു വല്ലിപ്പാർക്ക് ദ്വാരത്ത് കൊടുക്കട്ടെ. അതിൽ ഒരു പക്ഷേ മദീന കാണാത്ത വല്ലിപ്പുണ്ടോ? എന്തുകൊണ്ട്? സാമ്പത്തിക സൗകര്യം ഉണ്ടായില്ല. പക്ഷേ മനസ്സ് നിറയെ മദീനയായിരിക്കും. അവരൊരു കാര്യത്തിന് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു കൃഷി പണിക്കിറങ്ങുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും? അവർ കാലിയെ കൊണ്ട് നേരെ ഉഴുതാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിന്ന് വിത്തും എടുത്തിട്ട് പാടത്ത് പോവുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും? വിത്തിന്റെ പാത്രം കയ്യിലെത്തുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? ഇലാ ഹദറത്തിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് ചൊല്ലും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവര് ഒരു പെണ്ണ് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ മുസ്തഫ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. കല്യാണം നിശ്ചയിക്കാൻ പോവുകയാണെങ്കിൽ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. മകനെ പെണ്ണ് കാണാൻ വേണ്ടി പറഞ്ഞേക്കാണെങ്കിൽ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. പിന്നെ നിശ്ചയത്തിന് പോയാൽ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. കല്യാണം തീരുമാനിച്ചാൽ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പള ഇറങ്ങുന്നതിന് മുമ്പും പറ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. പുതിയാപ്പളയും പുതിയെണ്ണോ വീട് കൂടുന്ന രാത്രിയാണെങ്കിൽ പടച്ചോനെ പള്ളിയിൽ അവർ ദുആ ചെയ്യും,
റബ്ബേ. എന്റെ മോനും മരുമോളും കൂടി വീട് കൂടുന്ന ആദ്യത്തെ രാത്രിയാണ് റബ്ബേ. പടച്ചവനെ നീ അവർക്ക് സാലിഹായ കുട്ടിയെ വിധിക്കണമേ. ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. ഗർഭത്തിൽ നിറഞ്ഞാൽ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. പ്രസവത്തിന് വേദന ഇളകിയാൽ ഇലാ ഹദറത്തിൽ മുസ്തഫ അൽ ഫാത്തിഹ. പ്രസവിച്ചാലും അങ്ങനെ, കുട്ടിയെ മദ്രസയിൽ ആക്കാൻ പറഞ്ഞേച്ചാൽ അങ്ങനെ, കുട്ടിയെ ഫാത്തിഹ പഠിച്ചാൽ അങ്ങനെ. അല്ലേ പറ അങ്ങനെയാണോ? അല്ലേ? എന്തുകൊണ്ട്? എന്നാൽ ഇവർ മദീനയിൽ പോയിട്ടില്ല. മദീനയിൽ പോകാനുള്ള സാമ്പത്തിക സൗകര്യമൊന്നും അവർക്ക് ഇല്ല. പക്ഷെ അവരുടെ ഖൽബ് മുഴുവനും എന്താണ്? മദീനയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ദൂരെ ഇരിക്കല്ലേ, ചെറുപ്പക്കാർ ചാരി ഇരിക്കരുത്. അള്ളാന്റെ ഹബീബിന്റെ മജ്ലിസിൽ ചാരി ഇരുന്നാൽ കുരുത്തക്കേട് സംഭവിക്കും. വയസ്സന്മാർക്ക് ചാരി ഇരിക്കുക, ചെറുപ്പക്കാർ ചാരി ഇരിക്കരുത്. ചെറുപ്പക്കാർ കയറിയിരിക്കും. ചിന്തിക്കുക. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് വാലിയിലാകലല്ല, ഇത് ഡയമണ്ട് ആണെന്ന് അറിയലാണ്. ഒരാൾ ഡയമണ്ട് വാലിയിൽ കിടന്നുറങ്ങി, എന്നിട്ട് പോത്തിനെ പോലെ തിരിച്ചു വന്നു. മനസ്സിലാകാൻ പറഞ്ഞത്? അവൻ ഡയമണ്ട് വാലിയാണ് കിടക്കുന്നത് എന്ന വിവരം അവന് പറ. ഒരു വാരൽ വാലിയാൽ ഒരാഴ്ച ജീവിക്കാനുള്ള പൈസയായി. ഡയമണ്ട് വാലിയിൽ കിടന്നിട്ട് കാര്യമല്ല, ഇത് ഡയമണ്ട് ആണെന്ന് പറ. അതറിയണം. അല്ലാത്തവന് ചേറ്റിൽ കിടന്നാൽ എന്ത്, ഡയമണ്ടിൽ കിടന്നാൽ എന്ത്? ചിന്തിക്കണം. പടച്ചതമ്പുരാൻ ആക്കൽ നല്ലോണം. പടച്ചതമ്പുരാൻ ആക്കൽ നൽകാന്ന് പറഞ്ഞാൽ പറയാം ഇംഗ്ലീഷ് പഠിക്കലല്ല. അത് തെറ്റാണോ? അല്ല. ശരിയാണോ? അതൊന്നും എനിക്കറിയില്ല. കുറെ ഇംഗ്ലീഷ് പഠിക്കലാണ് ബുദ്ധിമാനാ ഓരോരുത്തരും വിചാരിച്ചിട്ടുള്ളത്. അതൊന്നല്ല. ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ 25 നബിമാരിൽപ്പെട്ട ഒരു നബി പോലും പോയിട്ടുണ്ടെന്ന് ഞാൻ പഠിച്ച താരീഖിലില്ല. ഇംഗ്ലീഷ് പഠിക്കൽ തെറ്റൊന്നുമല്ല, പക്ഷേ അതൊന്നുമല്ല മനുഷ്യന്റെ മഹത്വം. മനുഷ്യന്റെ മഹത്വം ഡയമണ്ടിനെ ഡയമണ്ടാണെന്ന് അറിയലാണ്. ഡയമണ്ട് കിട്ടേണ്ടയില്ല, പക്ഷെ ഡയമണ്ട് കിട്ടേണ്ട ഒരു സാധനമാണെന്ന് അറിയണം. നിങ്ങളിന്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരാൾ ഡയമണ്ട് വാലി കിടന്നുറങ്ങി, അവൻ ഡയമണ്ടിനെയും അറിഞ്ഞില്ല, ഡയമണ്ട് കിട്ടേണ്ട ഒരു സാധനമാണെന്നും അറിഞ്ഞില്ല. ഒരാൾ ഡയമണ്ട് വാലിയിൽ ഉറങ്ങിയില്ല, ഡയമണ്ട് കണ്ടിട്ടുമില്ല, പക്ഷേ അയാൾക്ക് എന്തറിയും? ഡയമണ്ട് വല്ലാത്തൊരു സാധനമാണ് എന്നറിയും. അപ്പോൾ അയാൾ എന്താഗ്രഹിക്കും? എല്ലാ ദിവസവും ആഗ്രഹിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് ശേഷം ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ വരും, അവർ എന്റെ ആശയങ്ങളായിരിക്കും. സ്വന്തം മുതൽ മുഴുവനും പോയാലും ഒന്നിനെ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്നവര് ഒടിച്ചു പോവും എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. اللهم اجعلنا منهم. 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 اللهم اجعلنا. അത് നബിയുള്ളാഹി യാക്കൂബ് 12 മക്കളുമാരുടെ നബിയുള്ളാഹി യാക്കൂബ്. പക്ഷേ 11ാമത്തെ മകനോട് വല്ലാത്ത ഇഷ്ട. ആരാ? 11ാമത്തെ മകൻ നബിയുള്ളാഹി യൂസുഫ്. അപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കി. കെട്ടിക്കൊണ്ടേയിട്ട് ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞ്, എന്തുകൊണ്ട് ഇവർക്ക് കെട്ട പേരിൽ പിടിക്കും? ബാപ്പ കാണക്കട്ടെ, ബാപ്പ തിരിഞ്ഞാലും പറഞ്ഞാലും ആരെ പേര് പറയും? യൂസുഫ്. എന്തുകൊണ്ട്? ഖൽബ് നിറഞ്ഞിട്ടുണ്ട്. ആരെ കുറിച്ച്? യൂസുഫ്. പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ട് ബാപ്പ കാണുകയാ മോനെ. അപ്പൊ എന്റെ ബാപ്പ ഇത് ബാപ്പയും മോനും വിട്ടിരിഞ്ഞ് ബാപ്പാക്ക് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. ബാപ്പാക്ക് 11 മക്കൾ കൂടെ ഉണ്ട്, എന്നിട്ടും അവരൊന്നും ബാപ്പ കാണൂല. നഷ്ടപ്പെട്ട മകനെ ഓർത്ത് കരയും. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? കരഞ്ഞ് 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 കണ്ണ് പോയി. പിന്നെ 40 കൊല്ലം കഴിഞ്ഞ് ബാപ്പ കാണുകയാണ് ആരെ? ഈ മകനെ നബിയുള്ളാഹി യൂസുഫ്. എന്താണായത്? ورفع أبويه على العرش وخروا له سجدا وخروا له سجدا. ലോക ചരിത്രത്തിൽ ഒരു ബാപ്പ മകന്റെ മുന്നിൽ സുജൂദ് ചെയ്തത് ഇതിൽ മാത്രമാണ്. ബാപ്പ സുജൂദ് ചെയ്തു ആരുടെ മുന്നിൽ? സ്നേഹം ആരോടുള്ള?
ഒന്ന് ഉറക്ക പറ. എന്തിനാങ്ങൾ പേടിക്കണേ? ധൈര്യമായിട്ട് പറയാ. നമ്മളെ വ്യാഖ്യാനത്തിനൊക്കെ അപ്പുറല്ലേ അത്. അത് യഥാർത്ഥ സുജൂദ് തന്നെയായിരുന്നു. സുജൂദിൽ വീണ് കിടന്നു. ആര്? ബാപ്പ. മറ്റൊരൊക്കെ കിടന്നോട്ടെ, ബാപ്പയുടെ കാര്യമല്ലേ പ്രശ്നം. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. ആര് കിടന്നു? പാറ. നിങ്ങൾ ഇതിന്റെ പഠിക്കണ ഖുർആൻ വീണ് കിടന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ് കിടന്നിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ല? സുജൂദിൽ വീണ് കിടന്നു എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ വരളക്കേണ്ട ആവശ്യം. പറ. സുജൂദിൽ വീണു ബാപ്പ. കാരണം അത്ര വലിയ സ്നേഹമാണ്. ആരെ? ഈ മകനെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ? മനുഷ്യന്റെ കൽബിൽ ഒരാൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നൊക്കെ അയാളായിരിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഷാമിലേക്ക് പറഞ്ഞയച്ചു മുഹമ്മദ് മുസ്തഫ. ഷാമിലേക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോ കൽബ് നിറഞ്ഞിട്ട് പാഞ്ഞു വരിക. റസൂലുള്ളാഹിനെ കാണുന്നതോടുകൂടെ ഒറ്റ സുജൂദ്. ആരുടെ മുന്നിൽ? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സുജൂദിൽ വീണു മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ. ഉറക്കെ പറ. സയ്യിദുനാ മുആദ് ബിൻ ജബൽ സുജൂദിൽ വീണു. സയ്യിദുനാ മുആദ് ബിൻ ജബൽ. പ്രേമം ആരോട്? മുത്തുനബിയോട്. എന്താ അയ്യല്ലേ? പിടിച്ചുയർത്തി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ സുജൂദ് ചെയ്യല്ലേ? ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ അനുവദനീയമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് സന്ദർഭമാണ്. വീണ് ഒറ്റ സുജൂദ് മുത്തുനബിയുടെ മുന്നിൽ. ആര്? സയ്യിദുനാ മുആദ്. നിങ്ങൾ ചിന്തിക്കണം. എന്താ ഇവിടെ വിഷയം ഉണ്ടായത്? അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതെ ഇരിക്കാൻ കഴിയൂല. ആർക്ക്? ഒരു സ്വഹാബിക്കും കാണാതെ ഇരിക്കാൻ കഴിയൂല. അതാ വലിയ സ്വഹാബി മുതലാത്ത സ്വഹാബി വരെ എങ്ങനെയാ? എന്നാൽ കാണൽ അവർക്കോട്ട് നിർബന്ധമല്ല. നിങ്ങളെ മുഖത്തേക്ക് എന്താണ് എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പറഞ്ഞോടെ. എനിക്ക് സുജൂദ് ചെയ്ത് നിസ്കരിച്ച് സ്വർഗം വാങ്ങലാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൂടായിരുന്നു. ആർക്ക്? സയ്യിദുനാ സിദ്ദീഖിന് അങ്ങനെ പറയുന്നില്ല. എനിക്ക് എല്ലാ ദിവസവും നോമ്പ് നോറ്റ് സ്വർഗം വാങ്ങലാണ് എന്റെ ആഗ്രഹം എന്ന് ആര് പറഞ്ഞിട്ടില്ല? സയ്യിദുനാ സിദ്ദീഖ്. ഉറക്കപ്പറ. സയ്യിദുനാ സിദ്ദീഖ്. നിങ്ങൾ പഠിക്കണ്ട. ഞാൻ പറഞ്ഞ തെളിവ് ഞാൻ പറയും. നിങ്ങൾ പഠിക്കണ്ട. ചിന്തിക്കണം. എന്താ സിദ്ദീഖ് പറഞ്ഞത്? എനിക്ക് അവിടത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കണം സദാ നേരവും. ചിന്തിക്ക്. ഇത് ബഹുമാനപ്പെട്ട അങ്ങോട്ട് നോക്കണേ. ഇത് സ്വഹാബികൾക്ക് നടപ്പുള്ള കാര്യവും നമുക്ക് നടപ്പ് ഇല്ലാത്ത കാര്യവുമാണ്. ചിന്തിക്കണം. ഞാൻ ഒറ്റ വട്ടം കൊണ്ട് ഈ വിഷയമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് നടക്കും. നമുക്ക് എന്തുകൊണ്ട് നബിയെ കാണുക എന്നത് അവർക്ക് നടക്കും. അവരുടെ കാലവും നബിയുടെ കാലവും ഒന്നാണ്. നമുക്ക് നടക്കൂല. കാരണം നബിയുടെ കാലവും നമ്മുടെ കാലവും രണ്ടാണ്. ഇനി നമുക്ക് അവരെ പോലെയാകാൻ ഒരു വകുപ്പേ ഉള്ളൂ. നബിയെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നില്ലേ നബിയെ? പൂർണ്ണചന്ദ്രനുമല്ല, മുഹമ്മദ്. എന്തുകൊണ്ട്? പൂർണ്ണചന്ദ്രൻ നേരം വെളുക്കാനായാൽ അസ്തമിക്കും. ഇത് ഇതൊരിക്കലും അവസാനിക്കുകയില്ല. മുഹമ്മദ് എന്നതിന്റെ വ്യാഖ്യാനമാണ് തിരിയണം എന്ന് പറഞ്ഞാൽ പടച്ചോൻ ഉദ്ദേശിക്കണം. ഖുർആൻ പഠിക്കാത്തവനല്ല ചേങ്ങനൂര്. ഖുർആൻ പഠിച്ചവൻ തന്നെ. പക്ഷേ പഠിച്ചവൻ അയാളെ തെരഞ്ഞെടുത്തിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ബിസ്മി ഫാത്തിഹ സൂറത്തിന്റെ മാന പോലും അറിയാത്ത എന്റെ അയൽവാസി കുഞ്ഞുമോനിക്കാനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്.
അയാൾക്ക് മുത്തുനബി എന്ന് പറഞ്ഞ കരയും. അള്ളാഹ് മനസ്സിലായില്ലേ? 5 വഖത്ത് 10 വഖത്തായി കിട്ടലാണ് അയാൾ ആഗ്രഹം. 5 വഖത്ത് നിസ്കരിച്ചിട്ട് അയാൾക്ക് പൂതി കഴിയണില്ല. ചേകനൂരിന്റെ മുഴുവൻ അറിയും അയാൾക്ക് 2 വഖത്ത് ഇഷ്ടല്ല. നിങ്ങൾ എന്റെ കൂടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എന്റെ അയൽവാസി കുഞ്ഞുമോനക്കാക്ക് ബിസ്മിന്റെ അർത്ഥം പൂർത്തിയായി അറിയില്ല. പക്ഷെ അയാൾക്ക് 5 വഖത്ത് 10 വഖത്തായി തന്നെയെങ്കിൽ ആ നേരം കൂടി പള്ളിക്ക് കൂടെ ഇരുന്നു ആ മോഹം. ചേകനൂരിന് പറ, ആദ്യത്തെ ആയത്ത് മുതൽ പറ അവസാനത്തെ ആയത്ത് വരെ അറിയാ. പക്ഷെ അയാൾക്ക് 5 വഖത്ത് ഇഷ്ടല്ല. അതായത് 2 കുറച്ച് 3 ആക്കി. പിന്നെ അത് പറച്ചില് 3 ആക്കി. സൗകര്യം കിട്ടാൻ ഒറ്റ റകത്ത് നിസ്കരിക്കൂല. ആര്? ചേകനൂര് ഒറ്റ നിസ്കരിക്കൂലായിരുന്നു. ചേകനൂരിന്റെ ഒരു സ്നേഹിതൻ ആയ ഒരു വയസ്സൻ, പഴയ കാലത്ത് ചേകനൂരിന്റെ സ്നേഹിതനായിരുന്ന ഒരു വയസ്സനെ ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോ ഇന്നോട് അയാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ 3 ദിവസം ചേകനൂര് പാർത്തിട്ട് ഒരു വഖത്ത് പോലും നിസ്കരിച്ചില്ല. അപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, പിന്നെ അയാൾ 3 വഖത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതെന്തിനാ? അപ്പു പറഞ്ഞ് ഒറ്റയടിക്ക് 5 വഖത്തും കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലെന്ന് വിചാരിച്ചിട്ട് അയാൾ ആദ്യം ഒഴിവാക്കി, 2 ഒഴിവാക്കി. പിന്നെ സൗകര്യത്തിന് പറ 3 കൂടി തള്ളിയിടാനുള്ള സൗകര്യത്തിൽ നിന്നതാണ്. എങ്ങനെയുണ്ട്? ചിന്തിക്കണം. കുറെ ഭാഷ പഠിക്കലൊന്നുമല്ല, അതൊന്നുമല്ല. ചിന്തിക്കണം. സിദ്ദീഖുൽ മൗലിദ് ഓതിയിരുന്നാലും സിദ്ദീഖുൽ അക്ബർ ഓതി മൗലിദ് ഓതടോ എന്നാല് അത് റുഅ്യത്തു റസൂലില്ലാ. എപ്പോഴും കാണണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കോ ഒപ്പില്ല. അപ്പൊ നമ്മൾ മനോദർപ്പണത്തിൽ കാണും. മനോദർപ്പണത്തിൽ കാണണമെങ്കിൽ 2 വകുപ്പേ ഉള്ളൂ. എന്ത്? ഇതിലെ പറയാ, ഇതിലെ കേൾക്ക. ഇതിലാണ് കയറിയാൽ ഇവിടെ കാണും. മനസ്സിലായില്ല? കാരണം ഇവിടെ കാണാനുള്ള വകുപ്പ് ഇല്ല. ഇതിലെ കണ്ടോരോ 2 വിഭാഗം, ഇതിലെ കണ്ടോര് 2 വിഭാഗം. ചിലവര് ഇതിലെ കണ്ടിട്ട് ഇതിലെ കയറ്റി, ചിലവർ ഇതിലെ കണ്ടിട്ട് ഇവിടെ തന്നെ ഒഴിവാക്കി, ഇവിടേക്ക് കയറ്റിയില്ല. അബൂ ജഹലും അബൂ ലഹബും ഇതുകൊണ്ട് കണ്ടു, ഇവിടേക്ക് കയറിയില്ല. നമ്മളെ വല്യപ്പമാര്, നമ്മളെ ബാപ്പമാര്, വല്യമ്മമാര് അവര് ഇതിലെ കണ്ടില്ല, പക്ഷെ ഇതിലെ കേട്ടിട്ട് ഇവിടെ കയറ്റി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ മൗലിദ്? മൗലിദിന്റെ അടിസ്ഥാനം എന്താണ്? റുഅ്യത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഐനിൽ ഖൽബ്. അതാണ് മൗലിദിന്റെ അടിസ്ഥാനം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. മുഖത്തെ കണ്ണിനല്ല കുരുട് ബാധിക്കുക, ഹൃദയത്തിലെ കണ്ണിനാണ് കുരുട് ബാധിക്കുക. ഹൃദയത്തിലെ കണ്ണിന് കുരുട് ബാധിച്ചാൽ പിന്നെ ഒരു കാര്യവുമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹൃദയത്തിന്റെ കണ്ണിൽ കാണേണ്ടവരെ കാണണം, അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? അല്ലാഹുവിനെ കേൾക്കും. നമുക്ക് മുത്തുനബിയെ കാണാനും കഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? ഒരു ജനതക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ലെങ്കിലും അള്ളാഹിന്റെ പ്രതിനിധിയെ കാണാൻ കഴിയുന്നു. അവർ ആ പ്രതിനിധിയെ കണ്ടുകൊണ്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞു. നമുക്ക് പറയും അള്ളാഹിനെ ഏതായാലും കാണാൻ കഴിയില്ല ദുനിയാവിൽ വെച്ച്, മനസ്സിലായോ അവർക്കും. പക്ഷേ അള്ളാഹിന്റെ പ്രതിനിധിയെ കാണാനും പറ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ പ്രതിനിധിയെ കേട്ടു, അതുവഴി അള്ളാഹിനെ കേട്ടു. എന്നിട്ട് അള്ളാഹിന്റെ പ്രതിനിധിയെ ഇവിടെ രൂപപ്പെടുത്തി. അള്ളാഹിനെ ഇവിടെ രൂപപ്പെടുത്താൻ നമുക്കോട്ട് എന്നെ രൂപപ്പെടുത്തിയാലും ഇവിടെ രൂപപ്പെടുത്തിയാലും അല്ലാവൂല. പക്ഷെ ആരാവും? റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഈ പറഞ്ഞത്. إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلعت إذا تقول هذا المدر المنير الصفاعة هب لنا وأهلنا يا سيدي خير النبي الحبيب سيد متعبد والنور من وجناته يتوكل يا رب صل على النبي محمد
ഒന്നാമത്തെ ഇമാമാണ് അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു. ഒന്നാമത്തെ ഇമാമാണ്. 4 ഇമാമികളാണ്. ആദ്യത്തെ ഇമാമാണ് ആര്? അബൂ ഹനീഫത്ത് നുഅ്മാൻ. ഉറക്കപ്പറ അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മൗലിദ് ഉണ്ടാക്കിയിട്ട് മദ്ഹുൽ മുസ്തഫ. അതിനെ പിന്നെ അതിന്റെ ചില വരികളെ ബഹുമാനപ്പെട്ട മഖ്ദൂം പകർത്തി റളിയല്ലാഹു അൻഹു. യാ സയ്യിദസ് സാദാതി جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعني ما لي سوى حبي فامنن علي بفضل جودك أسعني لك والنزيل لديك يا خير الأنام من كل خير يغتني فعليك منا كل وقت دائما أزكى الصلاة مع سلام السرمدي وعلى صحابتك والتابعين لهم بخير فجهدي يا رب صل على نبي محمد. ഈ വരി അബൂ ഹനീഫ ഉണ്ടാക്കിയ ആര്? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ നുഅ്മാൻ. ആര് അബൂ ഹനീഫ? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം പേർഷ്യക്കാരനായ ഒരു ആലിം ഉണ്ടാവും, എന്റെ സമുദായത്തിന് അത്താണിയാവും. ലൗ കാനത്തിൽ ഹിക്മതു ഇൻദ സുറയ്യ ലനഹാലഹാ റജുലുൻ മിൻ ഫാരിസ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ, എന്ന പുണ്യ മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ എന്റെ സമുദായത്തിനൊരു അത്താണി ഉണ്ടാകും എനിക്ക് ശേഷം. അതാരാ? വിജ്ഞാനം, സത്യജ്ഞാനം നക്ഷത്രത്തിന്റെ അടുത്താണെങ്കിൽ പോലും അദ്ദേഹം നീന്തി നീന്തി പോയിട്ട് അത് കൊണ്ടുവരും. അങ്ങനത്തെ ആലിം വരാൻ പോകുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു. അതാരെ പറ്റിയാണ്? അബൂ ഹനീഫ. അബൂ ഹനീഫനെ പറ്റിയത് അത് പിന്നെ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്തിലേക്ക് പകർത്തി? മഹൂസിലേക്ക് പകർത്തി. ചിന്തിക്കണം. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം അനസിന്റെ ശിഷ്യനാണ് ആര്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ആര്? അനസാര മദീനയിൽ ജീവിച്ചിരുന്ന ദിവസങ്ങളിലെല്ലാം റസൂലുള്ളാഹിന്റെ നിഴലില്ലാത്ത നബിയുടെ നിഴലായി കൂടെ നടന്ന ആളാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. AD 699 അബൂ ഹനീഫയുടെ ജനനം റളിയല്ലാഹു അൻഹു. അനസിന്റെ വഫാത്ത് AD 720. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അനസ് മരിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹനീഫക്ക് 22 വയസ്സുണ്ട് റളിയല്ലാഹു അൻഹു. പ്രധാനപ്പെട്ട മനസ്സിലാവുണ്ട് പറഞ്ഞത്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം അനസിന്റെ ശിഷ്യനാണ് ആര്? അബൂ ഹനീഫ. അബൂ ഹനീഫ എഴുതുണ്ടാക്കിയിട്ടുണ്ട്. അനസിന്റെ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഇതാ. എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഇങ്ങനെ തലോടാറുണ്ടായിരുന്നു ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അനസ് മരിക്കുമ്പോ അനസിന് 100 വയസ്സാണ് റളിയല്ലാഹു അൻഹു. ഇതിന്റെ കൂടെ വരണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. 120 130 വയസ്സ് മഹാനായ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു. നൂറിലേറും ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദന അനസ് ഇബ്നു മാലിക്, ഉറക്കപ്പറ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് 100 വയസ്സുണ്ട്. വഫാത്താകുന്ന നേരത്ത് 100 വയസ്സുണ്ട് മഹാനായ സയ്യിദന അനസിന് റളിയല്ലാഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എപ്പോഴും എൻ്റെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അനസിന്റെ കവിളിൽ ഇങ്ങനെ തലോടിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അന്ന് അനസിന് 20 വയസ്സാകുമ്പോൾ റസൂൽ വഫാത്തായിട്ടുണ്ട്. അനസിന് 20 വയസ്സാകുമ്പോൾ റസൂൽ വഫാത്തായി. എത്തിയപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി ഭക്ഷണമില്ലാത്ത ദിവസം രാവിന്റെ കുറവ് കൊടുത്തയച്ചിട്ടുണ്ട്. ആര്? സയ്യിദുനാ സിദ്ദീഖ്. രാത്രിയിൽ ഹബീബ റസൂലുള്ളാഹി ഞാൻ പിടിച്ചു കൊടുത്തു. ആര് പറയാ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറയാണ്, ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തു. റസൂൽ എന്ത് ചെയ്ത്? റസൂൽ എന്ത് ചെയ്ത്? ഞങ്ങളെ വീട്ടിൽ വളക്കില്ല. ഹബീബിന്റെ വെളിച്ചത്തിലാണ്, ഹബീബിന്റെ ശരീരത്തിന്റെ വെളിച്ചത്തിലാണ് പണി നടത്തിയത്.
എന്റെ കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ വീണു പോകും, സൂചി വീണാൽ പോലും ഹബീബിന്റെ ശരീരത്തിന്റെ പ്രഭയിൽ ഞാൻ തറയിൽ നിന്നെടുക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. നമുക്കോ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ആ ശരീരത്തിന്റെ പ്രഭ കാണാനുള്ള ഭാഗ്യം ഇല്ല. പിന്നെന്താ പരിഹാരം? ഇന്ന ബൈതൻ അൻത സാകിനുഹു മുഹ്താജൻ ഇല സുറുജി വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. നമുക്ക് പറയില്ല, നിർവാഹമില്ല. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. നമുക്കൊരു നിർവാഹമല്ല. നമ്മുടെ കാലവും നബിയുടെ കാലവും രണ്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു 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 തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം തന്നെ ഓരോന്നിന്റെ അടിസ്ഥാനം. ഹബീബ റസൂലുള്ളാഹി 50-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് ഖദീജ ബീവി. റസൂൽ എത്ര വയസ്സിലെ വഫാത്താണ്? 63. 50-ാമത്തെ വയസ്സിൽ ആര് മരിച്ചു? ഖദീജ ബീവി. ഖദീജ ബീവി മരിച്ചിട്ട് 13 കൊല്ലം ജീവിച്ചിട്ടുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ജീവിച്ച്? യുസ്നി അലൈഹാ യൗമൻ വലൈല, രാവും പകലും ഖദീജയെ പറ്റി പറയും. ഒരു സഫർ പോകാൻ നബി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നബി ഖദീജയെ പറ്റി പറയുന്നതിന് ഞങ്ങൾ കേട്ടാൽ ഞങ്ങൾ ഉറപ്പിക്കും നബി ഇറങ്ങാൻ പോവാണ്. ഖദീജയെ പറ്റി എന്തെങ്കിലും നല്ല വാക്ക് പറയാതെ നബി പറയുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. ഐഷാബി പറയാണ് എന്ത്? പുണ്യ റസൂൽ, പുണ്യ റസൂൽ ഭയങ്കര ഇഷ്ടാണ് റസൂലുള്ളാഹിയെ. وعائشة لما ادعت أفضلية تغير وجه المصطفى طهر وعمل الله صلاة وتسليم على المصطفى صلوا عليه وسلموا اللهم صل وسلم عليه. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വഭാവം ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞു, ഞാനാണ് നബിയുടെ ഭാര്യമാരിൽ ഏറ്റവും മാറ്റമുള്ളവരെ. ആര് പറഞ്ഞുപോയി? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. തഗയ്യറ വജ്ഹുൽ മുസ്തഫ, കോലാട് മാറി. വഹ്മറ വജ്ഹുൻ നബിയിൽ മുസ്തഫ, മുഖം കണ്ട് ചുണ്ടിട്ടുപോയി. കാരണം അത് ഇഷ്ടല്ല. ആരെ മറികടന്ന്? ഖദീജ മറികടന്ന്. അവ്വൽ മൻ ദഖല ഫീ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യം വന്ന വനിത, മനുഷ്യൻ, വനിത എന്ന് പറയണ്ട, ആദ്യം ഇസ്ലാമിൽ പ്രവേശിച്ചത് ഖദീജ ബീവിയാണ്. പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ. ഹത്താ സിദ്ദീഖുൽ അക്ബർ പോലും ആർക്ക് ശേഷമാണ്? പറ ധൈര്യം പറ. ഈ ലോകത്ത് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയ ആളാരാ? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. ഇങ്ങോട്ട് നോക്ക്. പോരെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഖദീജയുടെ മദ്ഹ് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇറങ്ങാനായിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യണത്. മനസ്സിലായില്ല? ഒരു ദുബായ് പോവാണ്, ഒരു കച്ചവടത്തിന് പോവാണ്, ഒന്ന് ബോംബെ പോവാനായിരുന്നു. ഖദീജ അങ്ങനെയായിരുന്നു. ഖദീജ 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 ഖദീജ. ഒരിക്കലും വട്ടം ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു, ബേബിയെ എത്രയോ പ്രസവിച്ച ഒരു തൊണ്ടിയല്ലേ എന്ന് പാടച്ച തമ്പുരാനെ. റസൂലുള്ളാഹിന്റെ റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. പിന്നെ ഞാൻ അള്ളാഹിനോട് ദ്വാരുന്നു, പഠിച്ചോനെ ഈ ദേശത്തിന് ശേഷം ഞാൻ ഇനി ഇത് അടക്കി തന്ന അന്നി ഞാൻ ഖദീജ ബീവിനെ പറ്റൊന്നും പറയൂല. സത്യമാണ്. ഒരു നിലക്ക് ഒരു അഭിപ്രായ പ്രകാരം റസൂലുള്ള കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവി 3 പ്രസവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തർക്കമില്ല. ഒരഭിപ്രായ പ്രകാരം 5 പ്രസവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരഭിപ്രായ പ്രകാരം ഖദീജ ബീവി 3, ഒരു പ്രകാരം 5 പ്രസവം. അങ്ങനെയും താരീഖുണ്ട്, അങ്ങനെയും താരീഖുണ്ട്. ഒരു നിലക്ക് ആയിഷ ബീവി പറഞ്ഞ പദം ശരിയാ, തൊണ്ടിയല്ലേ. ചിന്തിക്കണം. കോലാട് മാറി. ഭാര്യമാരെന്ത് ചെയ്യും? മെല്ലെ പോയിരുന്നിട്ട്
എന്ത് ചെയ്യുന്നറിയോ? ഫത്തുസ്നി അലാ ഖദീജ, ഖദീജനെ പറ്റി നല്ലത് അങ്ങനെയാണ് പറയും. അപ്പോൾ യതബസ്സമുലായിക, നബി അടിച്ചിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജനെ പറയണോ നബിക്ക് ഇഷ്ടമാണ്, ഖദീജനെ കേൾക്കണോ നബിക്ക് ഇഷ്ടമാണ്. നബി ആയതുകൊണ്ട് നമുക്ക് ഖദീജയേക്കാളും വലിയ ആളാണ്. പറ, ആരെക്കാളും വലിയതാണ് ആര്? മുത്തുനബി. അപ്പൊ നമുക്ക് ഏറ്റവും പറയാൻ ഇഷ്ടം ആരെ പറ്റിയാ? മുത്തുനബിയെ. നമുക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടം ആരെ പറ്റിയാ? മുത്തുനബിയെ. ഇതന്നെ ഒരിത്, ഇതാ ചിന്തിക്കണം. ഇതന്നെ ഒരിത്, ഇത് ചിന്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിനു വേണ്ടി മദീനയിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ, മദീനയിൽ ഹബീബായ റസൂലുള്ളാഹിക്ക് മദ്ഹ് പാടാൻ വേണ്ടി 200ഓളം കവികൾ ഉണ്ടായിരുന്നു. അവർക്ക് നേതാവാണ് സയ്യിദുനാ ഹസ്സാൻ റളിയല്ലാഹു അൻഹു. അവർക്ക് വേണ്ടി കാന യളഉ മിൻബറൻ ലിഹസ്സാൻ യുഫാഖിറു വയുനാശിദു വയുനാഫിഹു അൻ റസൂലില്ലാഹി. മദീന പള്ളിയിൽ റസൂലുള്ള 2 മിമ്പർ ഉണ്ടാക്കിയിരുന്നു. ഒന്ന് മിമ്പറിൽ ഖുത്ബ ഓതാൻ, ഒന്ന് നബിയെ പറ്റി മദ്ഹ് പാടാൻ. ആരാ മിമ്പർ ഉണ്ടാക്കി കൊടുത്ത്? കാന യളഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറൻ, മിമ്പർ ഉണ്ടാക്കിയത് ആരെന്നെ? വ്യത്യാസം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖൽബിന്റെ ഉള്ളിൽ മുത്തുനബി ഉണ്ടെങ്കിൽ മുത്തുനബിയെ പറ്റി പറയും. ഖൽബിന്റെ ഉള്ളിൽ ആരാണോ അയാളെ പറ്റി പറയും. ഖൽബിന്റെ ഉള്ളിൽ മോനാണെങ്കിൽ മോനെ പറ്റി പറയും. ഖൽബിന്റെ ഉള്ളിൽ ഭാര്യയാണെങ്കിൽ ഭാര്യയെ പറ്റി പറയും. മനസ്സിലായോ? ഒരാൾക്ക് തന്റെ മകനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പോവും കരഞ്ഞുകൊണ്ട്. കാരണം മകനെ പിരിയാൻ വയ്യ. അവൻ ഗൾഫിൽ ചെന്ന് ഇറങ്ങി അന്ന് തന്നെ ഒരു കളിപ്പാട്ടം കാണുമ്പോൾ കിട്ടിയ പൈസക്ക് അത് വാങ്ങും. 2 കൊല്ലം കിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ അല്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? 2 കൊല്ലം കിട്ടുമെന്ന് നാട്ടിൽ പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ ഇഖാമ മര്യാദക്ക് പറ, എന്റെ കടം തീർന്നിട്ടില്ല. ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കഫീലിന് നല്ല മനസ്സുണ്ടെങ്കിൽ പോവാ. എന്നാൽ 1-ാം ദിവസം തന്നെ പറ, യാത്രാ പൈസ കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ കളിപ്പാട്ടം കണ്ട വാങ്ങും. എന്തുകൊണ്ട്? കളിപ്പാട്ടത്തിന്റെ ഏരിയ കൂടി നടക്കുമ്പോഴത്തിന് മനസ്സിലാരാ? മോനാണ്, മറക്കാൻ കഴിയില്ല. ഇതന്നെ മുഅ്മിനായ മനുഷ്യൻ. മുഅ്മിനായ മനുഷ്യൻ ഈ കാണില്ല നിർത്തുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ കാണുള്ളൂ. परवाना को चिराग है, बुलबुल को फूल बस, सिद्दीक के लिए खुदा और खुदा का रसूल बस. ശരബത്തിന് വിളക്ക് മതിയാകും, ബുൽബുൽ പക്ഷിക്ക് പുഷ്പം മതിയാകും, എന്നാൽ സിദ്ദീഖിന് മതിയാവുക അള്ളാഹുവിലും റസൂലിലുമുള്ള താല്പര്യമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാണെന്ന് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മദ്ഹ് നിറയണം. അതിന് റബീഉൽ അവ്വലുമില്ല, റബീഉൽ ആഖിറുമില്ല, സഫറുമില്ല, മുഹറമുമില്ല, എന്നും എല്ലാ ദിവസവും ചിന്തിക്ക്. എന്നും എന്നൊരു മുഅ്മിനായ മനുഷ്യൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീട്ടുന്നില്ല. എന്നും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ. പിന്നെ റബീഉൽ അവ്വൽ, അത് ഖുർആൻ ഓതും പോലെയാണ്. ഖുർആനിൽ മുഅ്മിനായ മനുഷ്യൻ എന്നോതും. റമളാനിൽ പ്രത്യേകിച്ച് ഓതും. കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റസൂലുള്ളാഹിന്റെ മദ്ഹ് മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയും. റബീഉൽ അവ്വൽ മുത്തുനബി അല്ലാഹു നമുക്ക് തന്ന മാസം പ്രത്യേകിച്ച് പറയും. രാവിലെ മൗലിദുണ്ടാവും, 10 മണിക്ക് വേറൊന്നുണ്ടാവും. ഭക്ഷണം കഴിക്കാനാണ് ആരെങ്കിലും ഇന്നത്തെ കാലത്ത് മൗലിദിന് പോകുന്നത്. അയൽ വീട്ടിൽ നിന്ന് വിളിക്കും, ഭക്ഷണം ഒന്നും വരാൻ പറ്റില്ല, അവിടുത്തെ ഭക്ഷണം മുഴുവൻ നടക്കില്ല. ഒന്ന് കൊളസ്ട്രോളും ഓന്റെ കയ്യിൽ, പള്ളർച്ചുണ്ട്, ഷുഗറും എന്റെ കയ്യിൽ. പറ, ഗൾഫ് പോയിട്ട് 2 സാധനമാണ് ലാഭമായി കിട്ടിയിട്ടുള്ളത്. ഒന്ന് കുറച്ച് പഞ്ചസാരയുണ്ട്. പറ, കൊളസ്ട്രോളും ഷുഗറും ഉണ്ട്. അയൽ വീട്ടിൽ ഭക്ഷണത്തിന് വെച്ചാൽ കഴിയില്ല. ഷുഗറാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണ്, നടക്കില്ല. പിന്നെ എന്തിനു പോയത്? പിന്നെ അവിടെ പോകും. 10 മണിക്ക് മൗലൂദ് എന്ന് പറഞ്ഞാൽ 9:00 എത്തും. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. ഒന്ന് തിന്നാനല്ല, 10 രൂപ കിട്ടൂല്ല. പിന്നെ എന്തിനാ പോയത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് ഉച്ചക്ക് വേറെ പോലെ അപ്പൊ അവിടെ പോവും. അതിനൊക്കെ മോലിയാർ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ അപ്പത്തിന് അവിടെ ഇരുന്ന് കാര്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം ഖൽബ് മുഴുവനും ആരാണ്? നമ്മൾ ഇവിടേക്ക് വിരുന്ന് വന്നവരാണ്. നമുക്കൊരു കുട്ടിയുണ്ട് അവിടെ, നമുക്കൊരു വാപ്പുണ്ട് അവിടെ. വാപ്പാക്ക് സമ്മാനം കൊടുക്കണം. ഗൾഫ് പോയവനെ കണ്ടതൊക്കെ കുട്ടിക്കുള്ള അലങ്കാരമായി കാണുന്നത് പോലെ നമ്മളെ ഗൾഫാണ് ദുനിയാവ്. നമ്മൾ തിരിച്ചു പോകും ആരടുത്തേക്ക്? അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ യൗമതി. അവിടെ നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മളെ രക്ഷപ്പെടുത്തും മുസ്തഫ നബി തന്നെയാണ്. ഇല്ലം യകുൻ ഫീ മഅദി ആഖിറൻ ബിയദി ഫളിലൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖനാമി മൗലാ സല്ലി വസല്ലം
എന്റെ കയ്യിൽ പിടിക്കും. ആര് പിടിക്കും? ഹബീബായ മുഹമ്മദ് മുസ്തഫ. സിറാത്ത് പാലത്തിൽ ഞാൻ എന്തിനാ ബുർദ എഴുതിയത്? മുസ്ലിമ പറയാ, ഞാൻ എന്തിനാ ബുർദ എഴുതിയത്? സിറാത്ത് പാലത്തിൽ കയറുമ്പോ റസൂലുള്ളാഹ് എന്റെ കൈമ പിടിക്കും. മുസ്ലിമെ ചാടല്ലേ എന്ന് പറഞ്ഞിട്ട്, എന്റെ കൈമ റസൂലുള്ളാഹ് പിടിച്ചിട്ടില്ലെങ്കിൽ യാ സല്ലത്തൽ ഖദമി, ഞാൻ താഴേക്ക് ചാടി തന്നെയാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന് 7 കൊല്ലം മുമ്പ് ബൂസൂരിമ എഴുതിയിട്ടുണ്ട്. പിന്നെന്തോ ഇയ്യും ഞാനും മനസ്സിലാണ്ട് പറഞ്ഞ ലോകം കണ്ട മഹാനാണ് ഇമാം ബൂസൂരി തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? റസൂലുള്ളാഹ് കയ്യെ പിടിച്ചാൽ ഞാൻ സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഞാൻ നരകത്തിലേക്ക് വീഴും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തിനാ മൗലൂദ്? എന്തിനാ മൗലൂദ്? 800 കൊല്ലം മുമ്പ് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു എഴുതി, എന്റെ കയ്യിൽ റസൂലുള്ളാഹ് സിറാത്ത് പാലത്തിൽ പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ വീണു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.